നമസ്കാരം. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എൻ്റെ മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പറയട്ടെ, നിങ്ങളുടെ ഈ വിരൽ അല്ലെങ്കിൽ ഈ വിരൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് അത് ഒരുപാട് ഗുണം കിട്ടും. അതുപോലെ തന്നെ കമൻറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടും നമ്മൾ കണ്ണടയ്ക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അത് നമുക്ക് എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബിഗ് ബോസിൽ ഈ ജാസ്മിൻ, അപ്സര ഇവരെ രണ്ട് പേരൊരു സംഭവമാണ് നമ്മളിന്ന് പറയാൻ പോണത്. അത് നിങ്ങൾ എത്ര ആൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, എന്നിരുന്നാലും ഞാൻ പറയാം. ഇതിൽ വരുന്നത് നമ്മളെ അപ്സരയുടെ ഭർത്താവ് അപ്സരയോട് എങ്ങനെയാണ് ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരു ജാസ്മിൻ അറിയാനുള്ള ഒരു ജിജ്ഞാസ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതപ്പ് മൂടിയിട്ട് നമ്മുടെ അപ്സര കിടക്കുക, അതിൻ്റെ അടുത്ത് ജാസ്മിൻ വന്ന് കെട്ടിപ്പിടിച്ച് കിടക്കണം. ഇടയ്ക്ക് അവൾ കാല് തോടെടുത്തിട്ട് അവളെ നെഞ്ഞത്തേക്ക് കയറ്റി വയ്ക്കും. അത് കഴിഞ്ഞ് കുറച്ച് ഇറക്കി വയ്ക്കും. അങ്ങനെ ഒരു ചേഷ്ടകൾ കാട്ടിയിട്ട് ചോദിക്കുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ ഈ റൊമാൻസ്, അതെനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എങ്ങനെയാണ് നിങ്ങളുടെ ബെഡ്റൂമിലത്തെ പരിപാടികളൊക്കെ, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പി പരിപാടികൾ, ഇതെങ്ങനെയാണെന്ന് ഇവൾക്ക് അറിയാനാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവളുടെ ആകാംക്ഷ നോക്കി. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളൊന്നും ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ നിൽക്കില്ല. എല്ലാവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ട് അവർ ചെയ്യുന്നത് എന്താണ്, ഇവർ ചെയ്യുന്നത് എന്താണ്, എല്ലാവരും ചെയ്യുന്നത് ഒന്നെ കാര്യങ്ങൾ. അപ്പോൾ അതത്ര പ്രത്യേകിച്ച് ഒരു പെണ്ണിനോട് ചോദിച്ചറിയേണ്ട കാര്യമില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാരികൾ നിന്നെ എന്തൊക്കെ ചെയ്തു, എങ്ങനെയൊക്കെ ചെയ്തു, എന്താണെന്നൊക്കെ ഉള്ള വലിയൊരു ആകാംക്ഷയിൽ നാട്ടുകാരും വീട്ടുകാരും അടുത്തുള്ളവരും പരിചയക്കാരൊക്കെ ചോദിക്കാറുണ്ട്. ആൺകുട്ടികളോട് അവരെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്, പെൺകുട്ടികളുടെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാവർക്കും അറിയാം. ഇതിൽ വലിയ ആകാംക്ഷയൊന്നുമില്ല. എല്ലാവർക്കും പകൽ പോലെ സത്യമാണ്. എന്നിട്ട് ഇവള് ഈ ബിഗ് ബോസിൽ വന്നിട്ട് 10-70 ക്യാമറകളുള്ളപ്പോൾ ഇവൾ ഈ വൃത്തികെട്ട ചോദ്യം അപ്സരോട് ചോദിക്കാൻ നിൽക്കുക. അപ്സര അതിനേക്കാളും വലിയ കീടം തന്നെ പറയണം. ഇവൾ ചോദിച്ചതിനൊക്കെ ചിറിച്ചിട്ട് മറുപടി, അതേ ഞങ്ങളുടെ റൊമാൻസ് മുഴുവൻ, എനിക്ക് മഴ ഒരുപാട് ഇഷ്ടമാണ്. മഴ അങ്ങോട്ട് ഇഷ്ടമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ജനലങ്ങോട്ട് തുറന്നിട്ടിട്ട് അങ്ങോട്ട് എൻ്റെ ബെഡൊക്കെ അങ്ങോട്ട് നീക്കിയിടും. എന്നിട്ട് ചേട്ടൻ വരും. അപ്പം ഞങ്ങളങ്ങോട്ട് റൊമാൻസ് അങ്ങോട്ട് തുടങ്ങും. പറയ് ജാസ്മിൻ, പറയ് ബാക്കി പറയ്, ഇതല്ല കേൾക്കേണ്ടത്, എനിക്ക് ബാക്കിയാണ് കേൾക്കേണ്ടത്, പറയ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട്. അപ്പോൾ ഇവള് പറയുന്നത്, നീ അങ്ങനെ അങ്ങോട്ട് കേട്ട് സൂഹിക്കണ അല്ല. അപ്പം ജാസ്മിൻ പറയണ്, അല്ല ഇവിടെ ഇപ്പോൾ എല്ലാവരും അമ്മമാരും അച്ഛന്മാരും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്സരയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും അച്ഛനൊന്നും വരാനില്ല. അപ്പോൾ വരാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര ഭർത്താവാണ്, ഡയറക്ടറാണെന്ന് പറയണത്. പണിയൊന്നുമില്ല, വലിയ ഡയറക്ടറാണ്, സിനിമ ചെയ്യാൻ പോകുന്നുള്ള അന്ന് മുതൽ പറഞ്ഞു നടക്കണതാണ്. ഏതോ കൈരളിയിലോ ഏതോ ഒരു കോമഡി പ്രോഗ്രാമൊക്കെ ചെയ്തുള്ള ഒരു പരിചയമുള്ളൂ. സിനിമ എല്ലാ ഡയറക്ടർമാരും സിനിമ ചെയ്യാൻ നടക്കുന്നുണ്ട്, ആർക്കും സിനിമ ഇല്ലയെന്ന് മാത്രം. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസം താമസിച്ചാൽ നിങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് അങ്ങോട്ട് കഴിയാലോ. അന്നൊരു മേള ആയിരിക്കുമല്ലേ, ഒരു പൂരമായിരിക്കുമല്ലേ എന്ന് ഇവള് ഈ ജാസ്മിൻ അപ്സരോട് പറയാം. അപ്പോൾ അപ്സരയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചില്ല അത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ നീ നിർത്തിയേ, നീ മതി, നമ്മൾ സംസാരം നിർത്തിയേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് പിന്നെ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ 10-70 ക്യാമറ ഉണ്ടെന്ന് ഈ 2 പെണ്ണുങ്ങൾ മറന്നുപോയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ബിഗ് ബോസിന് അറിയാം. ബിഗ് ബോസ് അത് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അപ്സര ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യും, ഇവള് കേൾക്കുകയും ചെയ്യും. അത് അവിടെ ഉണ്ടായിൻ്റെ അത്. പക്ഷെ അത് ബിഗ് ബോസിൻ്റെ കയ്യിൽ ആ ടേപ്പ് വളരെ രഹസ്യമായിട്ട് ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാൻ പറ്റിയില്ല. ഇത്രയും പറഞ്ഞ 2 പേർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാര്യങ്ങൾ പറയാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും നമ്മൾ കുറ്റമൊന്നും പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് പറയട്ടെ. അതുകൊണ്ട് നമുക്കൊരു വലിയ പ്രശ്നമൊന്നും പറയണില്ല. അപ്പോൾ പിന്നെ ഇന്നലെ ഹൻസിബയുടെ ഒരു കാര്യം നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് എന്നോട് കമൻ്റ് ഇട്ടിട്ട് ആൾക്കാർ ചോദിച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൻസിബയുടെ അമ്മ വന്നപ്പോൾ ഹൻസിബ ഭയങ്കരമായിട്ട് ഒരു അകലം പാലിച്ചു. വളരെയധികം അകലം പാലിച്ചാണ് ഹൻസിബ നിൽക്കുന്നത്. അതെന്താന്ന് ഇവിടെ അത് കണ്ട പ്രേക്ഷകർക്കും മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. ഹൻസിബ ശരിക്കും പറഞ്ഞ ഒരു ആൺകുട്ടിയുടെ പണിയാണ് ആ കുടുംബത്തിൽ ചെയ്യുന്നത്.
താഴെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അൻസിബ ഒരു നന്മ മരമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. നന്മ മരം എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സ്വഭാവമാണ്. ആ കുട്ടിയുടെ മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ഒരു വിഷാദ ഭാവമാണ്. ഇനിയിപ്പോൾ ഇവൾക്ക് കല്യാണം കഴിക്കാണ്ട് ഈ വീട്ടുകാർ ഇവളെ ഇവിടെ നിർത്തിക്കൊണ്ടിരിക്കുകയാണോ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ ദുബായിൽ റേഡിയോ ചോദിക്കുക. അവൾക്ക് അന്തസ്സായിട്ട് സംസാരിക്കാൻ അറിയാം, അന്തസ്സായിട്ട് ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ അറിയാം. പക്ഷേ ഇവരൊക്കെ വളരെ മോശപ്പെട്ട ആൾക്കാരാണ്, ഇവരൊക്കെ കൂതറകളാണ്, ഇവരൊക്കെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഒരു റേഡിയോ ജോക്കിയായിട്ടുള്ള അന്തസ്സായിട്ട് സംസാരിക്കുന്ന ഒരു അൻസിബ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്. കുടുംബം നോക്കി, അവരെ അനിയന്മാരെ നോക്കി, അവരെ അമ്മേനെ നോക്കി, എല്ലാ കാര്യങ്ങളും ആ വീട്ടിൽ നോക്കി. ആ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു 4-5 കുട്ടികളുള്ള ഒരു പെണ്ണിനെ അങ്ങോട്ട് ഉപേക്ഷിച്ച് പോകാമെന്ന് പറഞ്ഞ് പിന്നെ അവരൊക്കെ വളർത്തി ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മളില്ല എന്ന് പറയുന്നില്ല. നല്ലൊരു നമുക്കൊക്കെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറിയാണ് അമ്മ പറഞ്ഞത്. അത് തുറന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ട്. മറ്റുള്ളവരെ പോലെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കാര്യം തുറന്ന് പറയാം, അവർ നല്ലത് മാത്രം പറയാം, അവരെ പൊക്കി മാത്രം പറയാം, അങ്ങനെയുള്ള സ്വഭാവം ഉണ്ടായിരുന്നില്ല അൻസയുടെ അമ്മയ്ക്ക്. അൻസയുടെ അമ്മ ചെയ്ത ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്താണ്? അഴകനെ കണ്ടപ്പോൾ അപ്പാന്ന് വീട്ടിൽ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. നീ എൻ്റെ മോളാണടി, നീ എന്ത് ക്യൂട്ടാണ്, നിനക്ക് ഇവിടെ 50 ലക്ഷം കിട്ടിയാലും എൻ്റെ മോൾക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ പോലെയാണ് ആ സംസാരം എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൽ ഈ അൻസിബയുടെ അമ്മ അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല. അത് കേട്ടപ്പോൾ അൻസിബയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചു. അതുകൊണ്ടായിരിക്കാം അമ്മ പോകുന്ന വരെ വലിയ ഒരു അകലം കാണിച്ചു നിന്നത്. അമ്മയോട് സ്നേഹിക്കാനോ ഉമ്മ വയ്ക്കാനോ ചിരിക്കാനോ കെട്ടിപ്പിടിക്കാനോ ഒന്നിനും പോയില്ല. അതെന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അൻസിബയുടെ മനസ്സിന് ശരിക്കും കുറച്ചൊന്ന് വേദനിച്ചൊരു കാര്യമാണ്. അപ്പോൾ അൻസിബയുടെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞപ്പോൾ അമ്മയും പറയണത് എന്താ, നീ ഇവിടെ നിൽക്ക്, വേറൊന്നും ചിന്തിക്കേണ്ടപ്പോൾ അത് അവസാനം വരെ നിൽക്ക്, എത്ര കഷ്ടപ്പെട്ടാലും എത്ര ബുദ്ധിമുട്ടിയാലും നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അമ്മ മനസ്സായിട്ട് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. അത് വിട്ടുകളാ, അത് പോട്ടെ. പിന്നെ ഈ ഫാമിലികൾ എന്ന് അതിൻ്റെ ഉള്ളിൽ കയറിയോ, ബിഗ് ബോസ് നശിച്ചു. ബിഗ് ബോസ് അല്ലെങ്കിലേ ബോറാണ്, പഴുത്ത് പുഴുവരിച്ച് കിടക്കുക. അതിൻ്റെ കൂടെ ഒന്നും കൂടി പഴുത്ത് പുഴുവരിച്ചു എന്ന് കിടന്ന് പറഞ്ഞാൽ മതി. അത്ര നാശകോശമായിട്ടാണ്. എന്താട്ടാ ഇന്നലെ കാണിച്ചു കൂട്ടുന്നത്? ഒരു കോമാളി ഷോ. ബിഗ് ബോസ് കോമാളി ഷോ ആക്കി മാറ്റിയിരിക്കുന്നത് അർജുൻ ഒരു ടാസ്ക് കൊടുത്തപ്പോൾ അതും കൊണ്ട് ആ കോലാന്തോട്ടി കിടന്നിട്ട് അങ്ങടി ചാടണം ഇങ്ങടി ചാടണം, സായിരം മൊത്തുകൂടെ കൊണ്ടുവന്ന് തേക്കിന്, അത് കഴിഞ്ഞ് മുടീനും സായിനും നിലത്തിട്ടിട്ട് അവിടെ വെള്ളം കൊണ്ട് ഒഴിക്കിന്. എന്ത് നാറിയാണ് നോക്കിയവൻ. പിന്നെ അവരെ 2 പേരും ഫാമിലി ഒരുമിച്ച് ബിഗ് ബോസ് വിളിച്ചപ്പോൾ അവിടെ വലിയൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കളിയാണ്. എന്താണ്, ഈ ഗീതുവിന് ഇപ്പോൾ വലിയ കൊമ്പൊക്കെ വന്നിട്ടുണ്ട്. ആ കൊമ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ അവൾ കിടന്ന് തകർക്കണം. അവിടെ അവൾക്ക് അഹങ്കാരം കണ്ടമാനം കൂടി. അപ്പോൾ ആ അഹങ്കാരത്തിന് കൂടെ ആ അമ്മയും കൂടി വന്നപ്പോൾ അതിന് ഇരട്ടിയായി. പിന്നെ പോരാത്തതിന് ഇപ്പോൾ അർജുൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരിനി കല്യാണം ആലോചിച്ച് വേണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ, നമുക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതൊന്നും നടക്കണ കാര്യങ്ങളൊന്നല്ല. ഇതൊക്കെ ഇവരെ നാടകങ്ങളും ഇവരെ അഭിനയങ്ങളും കാര്യങ്ങളാണ്. ഇവിടെ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് പോവല്ലേ. പിന്നെ ഇന്നലെ എന്തുകൊണ്ടാ ഈ പാത്രം കഴുകുക, ഇതൊക്കെയാണ് ഒരു ടാസ്ക്. എൻ്റെ ബിഗ് ബോസേ, എനിക്ക് ഇത്രയും വിവരമില്ലേ, ഇത്രയും ബുദ്ധിയില്ലേ? നിങ്ങളൊന്നുമില്ലെങ്കിൽ ഇത്രയൊക്കെ ബിഗ് ബോസിൻ്റെ ഷോയിൽ എല്ലാ ഭാഷകളും നടക്കുന്നത്. അവിടെ നിങ്ങൾക്ക് നല്ല നല്ല സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കടമെടുത്ത് ചെയ്തുകൂടെ? അപ്പോൾ ഈ പോരാത്തന്നെ ഈ കളിക്കാൻ വന്ന അതിൻ്റെ ഉള്ളിലുള്ള പകുതി നാറികളെ കൊണ്ട് ഒരു ഉപകാരമില്ല. അപ്പോൾ പാത്രം കൊണ്ട് തേച്ച് മെഴുക്കാൻ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത അതൊക്കെ നല്ല നല്ല ടാസ്കുകൾ കൊടുത്തിട്ട് ടിക്കറ്റ് ഫിനാലിലേക്ക് കൊടുക്കുന്ന ടാസ്ക് ഇതാണോ, ഈ കളിയാണോ ഈ പാത്രം കാണുന്നത്, വിമ്മിട്ട് പാത്രം കാണുന്നത്? ചറ്റത്തരം നല്ലാണ്ട് വേറെ എന്താ പറയുക? അതൊന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ ഒരു കോമാളി ഷോ ആക്കി ബാക്കി മാറ്റിയിരിക്കുന്നു. പിന്നെ നമുക്കൊരു കാര്യം ബിഗ് ബോസിനോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കോമാളി ഷോ കാണിച്ചാലും, എന്ത് തെണ്ടിത്തരം കാണിച്ചാലും, എന്ത് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും, എന്തൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും ബിഗ് ബോസിൻ്റെ അടുത്ത സീസണിലെങ്കിലും നിങ്ങളുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനെങ്കിലും, നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കാനെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന പൈസ അത് അർഹിക്കുന്ന കയ്യിൽ കൊടുക്കുക. ആ അർഹിക്കുന്ന കൈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അർഹിക്കുന്ന കൈകളുണ്ട്. ഒന്നാമത് ഞാൻ പറയണത് ജിൻഡോൻ്റെ കൈകൾ അർഹിക്കുന്ന കൈകളാണ്. ഇപ്പം നിങ്ങൾ ജിൻഡോൻ്റെ ഒരു കാര്യങ്ങളും ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. ജിൻഡോ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ക്യാമറ പോലും ജിൻഡോൻ്റെ അടുത്തേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് എന്താ ഭയമാണോ ജിൻഡോയ്ക്ക്? ഇപ്പോൾ ഒരുപാട് ഫാൻ ബേസ് പുറത്തുണ്ട്.
ജിൻഡോൻ്റെ വോട്ട് കയറുന്നുണ്ട് നിങ്ങൾക്ക് പേടിയാവുന്നുണ്ട് ബിഗ് ബോസിന്? നിങ്ങൾക്ക് ഇനി ജിൻഡോനെ നിങ്ങൾ തഴയും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇനി 99% അല്ലെങ്കിൽ 90% ഉറപ്പുണ്ടെങ്കിലും നിങ്ങൾ അവസാനെങ്കിലും നിങ്ങൾ ജിൻഡോനെ പരിഹരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ആ ജിൻഡോനെ പരിഹരിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങളൊരു കാരണവശാലും ജാസ്മിൻ്റെ കയ്യിൽ ഈ കപ്പ് കൊണ്ട് കൊടുക്കരുത്. ജാസ്മിൻ്റെ കയ്യിൽ കപ്പ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് കാണാൻ അടുത്ത സീസണിൽ ആളുണ്ടാവില്ല. പിന്നെ ജനങ്ങൾ ആരെ കൂടെ നിൽക്കുന്നോ, ജനങ്ങൾ ആർക്ക് കൂടെ സപ്പോർട്ട് ചെയ്യുന്നോ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യം അന്തസ്സുണ്ടാവും. മാന്യമായി പെരുമാറി, മാന്യമായി സംസാരിച്ച്, ഒരു അസഭ്യ വാക്കുകൾ പറയാണ്ട് എല്ലാവരോടും സ്നേഹിച്ച്, അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ജിൻഡോന് കൊടുക്കാൻ വിഷമമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അൻസിബയ്ക്ക് കൊടുക്കാമല്ലോ. അൻസിബ നല്ലൊരു പ്ലെയർ അല്ലേ? നല്ലൊരു പ്ലെയർ തന്നെയല്ല, ഒരു കുടുംബം രക്ഷപ്പെട്ടു പോവില്ല ഒന്നുമില്ലെങ്കിൽ. അവരിപ്പോഴും വാടകയ്ക്കല്ല താമസിക്കുന്നത്. നമ്മളൊക്കെ വിചാരിച്ച അൻസിബൊക്കെ നല്ല സെറ്റപ്പിലും നല്ല ഇതുകളൊക്കെ ജീവിക്കുന്ന വിചാരിച്ചു. അവരുടെ കഥകൾ കേട്ടപ്പോൾ നമുക്ക് വളരെയധികം വിഷമം തോന്നി. ആ കുട്ടിയുടെ ആ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈ നമ്മുടെ സഹോദരന്മാർക്ക് ഒഴിഞ്ഞു വെച്ചൊരു ജീവിതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുട്ടിയാകുമ്പോൾ അതിൻ്റെ മോഹങ്ങളും എല്ലാ കാര്യങ്ങളും ആ കുട്ടിയുടെ മനസ്സിലുണ്ടല്ലോ, എല്ലാം അടക്കി പിടിച്ച് അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി ജീവിക്കുന്ന നല്ലൊരു മനസ്സിനുടമ. ആ മുഖത്ത് കാണാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സങ്കടം, വിഷമമൊക്കെ. നിങ്ങൾക്ക് അൻസിബയ്ക്ക് കൊടുക്കാമല്ലോ. ഒരിക്കലും ഒരു പ്രാന്ത് കാണിക്കുന്ന, ഒരു കാമപ്രാന്ത് കാണിക്കുന്ന, അതുപോലെ തന്നെ വൃത്തികേടുകൾ കാണിക്കുന്ന, വായേന്ന് ക്ലോസറ്റ് വായേന്ന് വൃത്തികേടല്ലാണ്ട് അവളൊരു വാക്ക് പറയില്ല. അത്രയധികം കിടന്ന് അലറുന്ന, ശരിക്കും അവളെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുക ഒരു രൂപയ്ക്ക് 10 പൈസ കുറവാണുള്ള തലയുടെ ഉള്ളിൽ എന്നാ തോന്നുക. അവളെപ്പോഴെങ്കിലും കാലൊന്ന് ഒതുക്കി വെച്ച് ഒരു സ്ത്രീകൾ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാലങ്ങോട്ട് ആട്ടും, അല്ലെങ്കിൽ കാല് തലയുടെ മുകളിൽ കയറ്റി വയ്ക്കും, അല്ലെങ്കിൽ അവളുടെ കാല് വേറെ ആരെങ്കിലും നെഞ്ഞത്തായിരിക്കും. ഈ നിലയ്ക്കുള്ള സ്വഭാവങ്ങൾ അതിൻ്റെ ഉള്ളിൽ. ഒരു ടാസ്ക് നേരെ ചുവ കളിച്ച് ജയിക്കാനായിട്ടുള്ള കഴിവില്ല. ഒരു ഈ ചേരി പെണ്ണുങ്ങളെ പോലെ കുറേ നാവുണ്ട്. ആ നാവ് മാത്രം ഇട്ട് അടിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ മോഹൻലാൽ വരുമ്പോൾ ജാസ്മിൻ എന്താ അഭിപ്രായം, അതുപോലെ തന്നെ ഹൻസിബ എന്നെ വിളിക്കുകയില്ല. ഒന്നുമില്ലെങ്കിലും മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ ആ കുട്ടി മകളായിട്ട് അഭിനയിച്ചല്ലേ, 2 ഹിറ്റ് പടത്തിൽ മകളായിട്ട് അഭിനയിച്ചല്ലേ, അതിന് അതിൻ്റേതായുള്ളൊരു പരിഗണന കൊടുത്തോടെ. എപ്പോഴെങ്കിലും അതിനോടൊന്ന് വിളിച്ചൊരു നല്ല വർത്തമാനം പറയാം. ഇന്ന് അവരെ ഉണ്ടായിട്ടില്ല. ഹൻസിബേനെ ചീത്ത പറയാൻ മാത്രമാണ് മോഹൻലാൽ സമയം കണ്ടെത്തിയുള്ളൂ. അതേ സ്ഥാനത്ത് ഈ ജാസ്മിനെ വിളിക്കുന്നിടത്ത് ചോടപാത്ര തേനും പാലും ഒഴുകും. അതുപോലെ തന്നെ അപ്സരനെ വിളിക്കുന്നിടത്ത്, നോറേനെ വിളിക്കുന്നിടത്ത്, ഇതൊക്കെ ഒരു തിരുപ്പം പണിയാന്ന് ഞാൻ പറയും. അവർ വിളിക്കുമ്പോൾ തന്നെ ഈ അപ്സരയൊക്കെ വിളിക്കുമ്പോൾ തന്നെ അവളങ്ങോട്ട് കൊമ്പങ്ങോട്ട് പൊന്തുക. അവളൊക്കെ ബിഗ് ബോസിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് പിന്നെ അവളൊക്കെ നിൽക്കുന്നത്, നോറയൊക്കെ. പിന്നെ മോഹൻലാൽ അവരെ കളിക്കുട്ടിയായി, ജാസ്മിൻ്റെ കളിക്കുട്ടിയായി മോഹൻലാൽ. അങ്ങനെയാണ് ഇവളൊക്കെ സംസാരം. എന്താ മോഹൻലാലിന് എന്താ ജാസ്മിനെ പേടിയാണോ? ഇനിയിപ്പോൾ എനിക്ക് തോന്നണം അങ്ങനെയാണ്, ഈ ജാസ്മിനെയും ഈ നോറേനെയൊക്കെ മോഹൻലാലിനെ അപ്സരേനെയൊക്കെ പേടിയാന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അവരെന്തെങ്കിലും തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന് നാണക്കേടല്ലേ? അതുകൊണ്ട് മോഹൻലാൽ ഒന്നും പറയില്ല. അവരൊക്കെ വളരെയധികം പൊന്തിച്ച്, ഇതേപോലെ തന്നെ തമിഴ് ബിഗ് ബോസ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ സീസണിലെന്ന് എനിക്കറിയില്ല. അതിൽ കമലഹാസൻ ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടീനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്തു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ജാസ്മിനോട് കാണിക്കുന്ന പോലെയുള്ള സ്നേഹം, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി മറ്റുള്ള ആൾക്കാരെ ഇടിച്ചു താഴ്ത്തുക, അവർക്ക് വേണ്ടി സംസാരിക്കുക, അങ്ങനെ ഏകപക്ഷികമായിട്ട് ഈ കമലഹാസൻ പെരുമാറി. മായാകൃഷ്ണൻ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. ഒരു ബ്രാഹ്മണ യുവതിയാണ്. നമ്മുടെ കമലഹാസൻ ഒരു ബ്രാഹ്മണ യുവാവാണല്ലോ. ആ ഒരു സ്നേഹമാണോ വേറെ എന്തെങ്കിലും സ്നേഹമാണോ കമലഹാസനാണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ തമിഴ്നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഭയങ്കര ചർച്ച ചെയ്ത ഒരു പ്രശ്നമാണ്. പക്ഷേ ആ മായാകൃഷ്ണന് ഫസ്റ്റ് പ്രൈസ് ഒന്നും കിട്ടിയില്ല, അതൊക്കെ ഔട്ടായി പോയി. എന്നിരുന്നാലും കമലഹാസന് ആ ഒരു സീസണിൽ വളരെ മോശം, കഴിഞ്ഞ സീസണിൽ വളരെ മോശം പേരാണ് കിട്ടിയത്. വളരെ മോശം, ഭയങ്കര പ്രശ്നമായതോടുകൂടി പിന്നെ കമലഹാസൻ അതിനെ പറ്റി ചർച്ച ചെയ്യാത്തതും അവളെ പിന്നെ പൊന്തിക്കാണ്ട് നിന്നതും അവൾക്ക് പിന്നെ കപ്പും കിട്ടിയില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ മോഹൻലാൽ ചെയ്യുന്നത്. ജാസ്മിൻ, അപ്സര, നോറ, ഈ 3 പേര് മറക്കില്ല. നിങ്ങൾക്ക് ഒരു അന്തസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് വിട്ടുപോവില്ല, അതൊരു കാര്യം ഉറപ്പാണ്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ബിഗ് ബോസ് വിട്ടുപോവില്ല. വേണ്ട, വിട്ടുപോകേണ്ട, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇങ്ങനെ സ്ത്രീകളെ ഇങ്ങനെ പൊന്തിക്കരുത്. അവർ വഷളായി ലാലേൻ്റെ തലയിൽ ഇത് കയറി നിന്ന് തൂറുക വരും. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് വരണ്ട എന്നാണ് ഞാൻ പറയണത്.  ഇനി ഈ ആഴ്ച വന്നാലും ഇവറ്റങ്ങളൊന്നും പൊന്തിക്കാൻ പാടില്ല. ഇവറ്റങ്ങളൊക്കെ തനി ചെറ്റകളാ. ഒരു 10 പൈസ പോലും ഇല്ലാത്ത, ഒരു 10 പൈസ പോലും ഇല്ലാത്ത, ഒരു 1 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 പൈസ പോലും ഇ
വായെന്ന് ഈ ക്ലോസറ്റ് വായെന്ന് പറഞ്ഞ വർത്താനങ്ങൾ കേട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഒരു എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക് നമ്മുടെ ആൻസിബോർഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ? ഒന്നുമില്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ ഒരു മകളല്ലേ, ആ മകൾക്ക് വേണ്ടിയിട്ടല്ലേ, നന്നായി ആ കുട്ടി അതിൽ അഭിനയിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഇനി ഗീതുവിന്, അതുപോലെ തന്നെ അപ്സരയ്ക്ക്, അതുപോലെ തന്നെ നോറയ്ക്ക്, അതുപോലെ തന്നെ ജാസ്മിന് ഈ ലാലേട്ടൻ വന്നിങ്ങനെ പൊന്തിച്ച അവർക്ക് കൊമ്പ് വരും. അല്ലെങ്കിൽ തന്നെ കൊമ്പിൻ്റെ ബഹളമായിട്ടാണ് നടക്കുന്നത്. ഇപ്പം ക്യാപ്റ്റനായിട്ട് നടക്കുന്നുണ്ട് ഒരു സാധനം, നന്ദന. എന്താ അവളുടെ അഹങ്കാരം, എന്താ ഓവർ സ്മാർട്ട്. ഒരാൾ മിണ്ടാൻ പാടില്ല, ഒരാൾ മുള്ളാൻ പാടില്ല, അവളോട് ചോദിച്ചിട്ട് വേണം ഒരാൾ തോർണെങ്കിൽ. ഇതൊക്കെയാണ് ക്യാപ്റ്റൻസി. ഈ സീസണിൽ ഈ ആഴ്ചയിൽ ഏറ്റവും സുഖമായുള്ള ക്യാപ്റ്റൻസി നടത്താവുന്ന ഒരു സംഭവമാണ്. ഒരു വിഷയങ്ങൾ അവിടെ ഇല്ല, എല്ലാവരും പൊത്തിലൊളിച്ച സംഭവമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവളുടെ ഒരു ക്യാപ്റ്റൻസി മറ്റുള്ള ഇനിയിപ്പോൾ ഇതിനെ പൊക്കി ലാലേട്ടൻ പറയും, മറ്റുള്ള ആൾക്കാർ പറയും ഗംഭീര ക്യാപ്റ്റൻസി ആയിരുന്നു അവൾ കഴിഞ്ഞിട്ടുള്ള ഉണ്ടായിരുന്നുള്ള, അവൾ ഇനി ഇതുപോലെ ഇനി സീസൺ കഴിയുന്നവരെ അവളെ തന്നെ മതി ക്യാപ്റ്റൻസി എന്നൊക്കെ പറയും. ഇവൾക്കൊക്കെ ഈ നിറക്കുടം തുളുമ്പില്ല എന്ന് പറയില്ലേ, അതേപോലെയൊക്കെ ഇതൊക്കെ ഈ അട്ടയെ പിടിച്ച് മെത്തേക്ക് എടുക്കാതെ കെടുക്കില്ല. ഇതൊക്കെ പൊട്ടക്കുള കേസുകെട്ടുകളാണ്. ഇതൊക്കെ വളരെ ജീവികളാണ്. ഇവർക്കൊക്കെ ഒരു സ്വല്പം സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നെഞ്ഞത്ത് കയറുന്ന സൈസ് സാധനങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ പറയണത്. അപ്പോൾ ഈ വിളികളൊക്കെ ഒന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ മാന്യമായിട്ട് എല്ലാവരോടും ഒരേപോലെ കാണുക. എല്ലാ കുറ്റങ്ങളും എല്ലാവരോടും വിളിച്ച് പറയാം. ഇത് ജാസ്മിൻ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം കണ്ണടച്ചുകൊണ്ടും ജാസ്മിൻ അവിടെ എന്ത് തെമ്മാടിത്തരം തെണ്ടിത്തരം എന്തും ചെയ്യാം, ആരും എന്തും പ്രവർത്തിക്കാം എന്നുള്ള നിലയിൽ സംസാരിക്കാണ്ടിരിക്കുക ലാലേട്ടൻ. അപ്പോൾ അവരൊക്കെ നന്നായി ഇടിച്ച് താത്തി സംസാരിക്കുന്നേ. നമ്മൾ സത്യസന്ധമായിട്ട് എല്ലാവരോടും സംസാരിക്കുക. ഈ അവിടെ കമലഹാസൻ ചെയ്ത പോലെയുള്ള കാര്യങ്ങൾ മോഹൻലാൽ ഇവിടെയും ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് നമ്മൾ ഈ കാര്യം ഇത്രയും നീട്ടി വലിച്ചു കൊണ്ടുപോയത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ബിഗ് ബോസ് മാക്സിമം നിങ്ങൾ ആരും കാണാണ്ടിരിക്കുക. ക്ലൈമാക്സിലേക്ക് പോകും തോറും ബിഗ് ബോസ് നാറി 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 ആ പെണ്ണുങ്ങളെ അവിടെ കെടുത്ത് നാറ്റിക്കണം. അത്ര നാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബിഗ് ബോസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. റിവ്യൂ ചെയ്യാൻ തന്നെ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഞം അടിക്കേണ്ടതെന്ന് ഞാൻ പറയണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം തന്നെയാണോ ബിഗ് ബോസിന്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളെല്ലാവരും പറയുന്ന എൻ്റെ വ്യൂ ചിലപ്പോൾ ശരിയാവില്ല, ഞാൻ നെഗറ്റീവ് പറയണതെല്ലാം. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയണത് എൻ്റെ വ്യൂ എല്ലാം ശരിയാവണമെന്നില്ല. എന്നെ തിരുത്താനായിട്ട് നിങ്ങൾക്ക് അവകാശമുണ്ട്. എന്ന് വെച്ചാൽ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. എന്നെ എന്ത് പറയാനുള്ള കാര്യങ്ങളുണ്ട്, എന്നെ തിരുത്തി ഇന്ന പോലെ പറയും. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞു നിങ്ങളുടെ ചെറി കുറച്ച് ഓവറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറി കുറച്ചു. അങ്ങനെ നിങ്ങൾ പറഞ്ഞാലാണ് എനിക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ അപാകതകൾ പുറത്തുള്ളവർ പറയണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാട്ടോ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം, പറയാം. നമ്മളെല്ലാം പറയുന്നതാണ്. അപ്പോൾ അത് എന്തൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ഈ പറഞ്ഞ 2 പേര് നിങ്ങൾ ഈ കപ്പ് കൊടുക്കണതിൽ വല്ല തെറ്റുണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ കിടന്ന് കാണിക്കുന്ന ബിഗ് ബോസ് ഷോ കോമാളി ഷോ ആക്കിയുള്ള കുറേ തെണ്ടികളും ചെറ്റകളും നാറികളും ഉണ്ട്. അവർ നിങ്ങൾ തുറന്ന് കാണിക്കുക. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി കമൻറ്റുകൾ ഇടുമ്പോൾ ആ കമൻറ്റ് വായിക്കാൻ വേണ്ടി ആൾക്കാർ കയറും. കുറേ ആൾക്കാർ കാണും. അതൊക്കെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ജാസ്മിൻ്റെ കുറേ PR നാറികളുണ്ട്. അവരും വന്നിട്ട് വളരെ മോശം കമൻറ്റുകളൊക്കെ ഇടും. അതൊന്നും നമുക്ക് മൈൻഡല്ല, അതൊന്നും പോട്ടെ. അവളെ പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പുറത്ത് കളിക്കുന്നുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി എൻ്റെ ഒരു ചെറിയ കാര്യം, സബ്സ്ക്രൈബ് മറക്കണ്ട കേട്ടോ, കമൻറ്റും ലൈക്കും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മോഹൻലാലിനെ വലിയ ഇഷ്ടമൊന്നുമല്ല, മമ്മൂട്ടീനും ഇഷ്ടമല്ല. എന്നാൽ അവരൊക്കെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ, നല്ല സിനിമകൾ കാണുമ്പോൾ അവരെ നമ്മൾക്ക് ഇഷ്ടം, ഒരു ബഹുമാനം, അതുപോലെ തന്നെ ആ അഭിനയം നന്നായി എന്നുള്ള നിലയിൽ നമ്മളൊന്ന് ഒരു ഇഷ്ടം മാത്രം. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും എനിക്ക് ആകെ ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ മനസ്സിൽ. അത് വേറെ ആരുമല്ല, നമ്മുടെ പ്രേംനസീർ തന്നെയാണ്. അപ്പോൾ ആ പ്രേംനസീറിനെ കവർ ചെയ്യാനായിട്ടും സൗന്ദര്യത്തിലായാലും അഭിനയത്തിൻ്റെ കാര്യം നമ്മൾ നോക്കണ്ട. ഇന്നിപ്പം പ്രേംനസീർ ഉണ്ടെങ്കിൽ ഇവരെക്കാളൊക്കെ നന്നായിട്ട് അഭിനയിക്കും. ഇവരൊക്കെ പോയി വീണ്ടും അഭിനയം പഠിച്ചു വരേണ്ടി വരും. അത്ര മനോഹരമായിട്ട് അന്ന് പ്രേംനസീർ അങ്ങനെ അഭിനയിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രേംനസീറും സത്യനൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അഭിനയം? ഇവരൊന്നും കൂട്ടിയാൽ കൂടില്ല. ഈ മോഹൻലാലും മമ്മൂട്ടി ഒന്നും കൂട്ടിയാൽ കൂടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നും സൂപ്പർ സ്റ്റാർ നമ്മുടെ പ്രേംനസീറാണ്. പ്രേംനസീറിൻ്റെ ഉണ്ടായ പോലെയുള്ള ആരാധക വൃന്ദം, സ്ത്രീകൾ സ്നേഹിക്കുന്നത് ഇപ്പോഴും പ്രേംനസീറാണ്. അദ്ദേഹം വ്യക്തി ജീവിതത്തിലായാലും അയാൾ സിനിമാ ജീവിതത്തിലായാലും അയാളുടെ അതൊരു നിലവിളക്കേനാണ്. അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കത്തി തന്നെ നിൽക്കും, എണ്ണ വേണ്ടതിൽ. അത്രയും നല്ലൊരു മനുഷ്യനാണ്, അത്രയും നല്ലൊരു നടനാണ്, അത്രയും സൗന്ദര്യമുള്ള ഒരു വ്യക്തിനെ ഞാൻ ഈ ഭൂമി മലയാളത്തിൽ കണ്ടിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് അതൊരു പിന്നെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേം നസീർ കത്തി നിൽക്കുന്ന സമയത്താണ് രാഷ്ട്രീയത്തിൽ വരാമെന്ന് പറയുന്നത്. ആ രാഷ്ട്രീയത്തിൽ വരാമെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പത്മശ്രീ കിട്ടുന്നത്. പത്മശ്രീ കിട്ടുമ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ തൃശ്ശൂർ പൗരാവലി അദ്ദേഹത്തിന് ഒരു സ്വീകരണം വെച്ചു. തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ കൊല്ലങ്ങളോളം മുമ്പാണ് കേട്ടോ. അപ്പോൾ ഞാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എലൈറ്റ് ഇൻ്റർനാഷണലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പ്രേം നസീറിനെ ഒന്ന് അടുത്ത് കാണണം. അതിനെന്താ വഴിയെന്ന് ആലോചിച്ചപ്പോൾ അതിൻ്റെ നടത്തിപ്പുകാർ പൗരസമിതിയിലത്തെ ഒരാൾ നമ്മുടെ സുഹൃത്താണ്, അവിടെ എലൈറ്റിൽ വരാറുള്ള ആളാണ്. ആൾ പറഞ്ഞു നിങ്ങളുടെ സ്റ്റാഫിൻ്റെ പേരിൽ നിങ്ങൾ ഈ ഒരു മാല ഇട്ടോ സ്റ്റേജിൽ കയറിയിട്ട്, അതിനുള്ള ഒരു സൗകര്യം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ വലിയൊരു പൂമാലയൊക്കെ മേടിച്ച്, അപ്പോൾ മാലയിടാൻ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഈ തൃശ്ശൂർ പൂരപ്പറമ്പ് റൗണ്ട് ചെയ്തിട്ട് ഈ തുറന്ന ജീപ്പിൽ നമ്മുടെ പ്രേം നസീറിനെ കൊണ്ടുവന്നു. എല്ലാവരും നടന്ന് എല്ലാവരും കൂടെ വിഷ് ചെയ്ത് ചിറിച്ച് ആൾ വന്നു. ഇവിടെ തേക്കിൻകാട് മൈതാനത്ത് എത്തുമ്പോഴേക്കും മണി ഒരു 7 മണിയായി. അങ്ങനെ സ്റ്റേജിൽ കയറി ഒരു പൂഴി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലത്ത് വീഴില്ല, അത് ആൾക്കാരെ തലയിലെ വീഴും, അത്ര ജനങ്ങളാണെന്ന്. അത് കാണുമ്പോൾ നമ്മൾ പ്രേം നസീർ ഏത് പാർട്ടിയിൽ നിന്നാലും ജയിക്കുന്നു തോന്നും. അത് വേറെ കാര്യം, രാഷ്ട്രീയം വേറെ. അപ്പോൾ അവിടെ വെച്ചിട്ട് എനിക്ക് പ്രേം നസീറിൻ്റെ കഴുത്തിൽ മാലയിടാനും അദ്ദേഹത്തിന് ഒരു ഷെയ്ക്കിൻ്റെ കൊടുക്കാനും ഒരു ഫോട്ടോ എടുക്കാനും എനിക്ക് കഴിഞ്ഞു. ഒരു അന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉള്ള കളറില്ല, പക്ഷെ ആ ഫോട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പോൾ അത് നമ്മുടെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ അന്നും ഇന്നും എന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേം നസീറിനെ കവർ ചെയ്യാനായിട്ട് ഇന്ന് വേറൊരു നടനില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ അഭിനയമായാലും അദ്ദേഹത്തിൻ്റെ പാട്ടായാലും അദ്ദേഹത്തിനൊക്കെ ഒരു സുഹൃതം ചെയ്ത ഒരു വ്യക്തിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആലപിച്ച യേശുദാസിൻ്റെ പാട്ടുകൾ ഇന്നുള്ള ഏതെങ്കിലും കൂതറകൾക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ള നടന്മാർക്ക്? എത്ര പാട്ടുകളാണ്! ആ പാട്ടുകളെ കേൾക്കുമ്പോൾ നമ്മളങ്ങോട്ട് ലയിച്ചിരുന്ന് പോകും. ആ തലമുറയായാലും ഈ തലമുറയായാലും ഇനി വരുന്ന തലമുറയായാലും ഗിന്നസ് ബുക്കിൽ പേര് വന്ന വ്യക്തിന് പ്രേം നസീർ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് എന്നും നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, അതങ്ങനെ ഞാൻ നാച്ചുറലായിട്ട് പറഞ്ഞു പോകണതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോടൊന്ന് അറിയിച്ചോളൂ. ഓക്കെ, ബൈ.